ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ നമുക്ക് അതിനനുസരിച്ചല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുമോ. അപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നിന്നിടത്തോളം നല്ലോണം കളിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയാണ് വിശ്വാസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും എനിക്ക് എല്ലാവരുടെയും അൺഫെയർ ഔട്ടായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനിപ്പോൾ കമൻസ് കുറേ വായിച്ചു ഒന്നിച്ച് വന്നിറങ്ങിയല്ലേ ഉള്ളൂ. എനിക്കിപ്പോഴാണ് അവിടെ നിന്ന് മൊബൈൽ കിട്ടിയത് തന്നെ. ഫ്ലൈറ്റ് കയറുമ്പോഴാണ് എനിക്ക് മൊബൈൽ തരുന്നത്. ഞാൻ ഇപ്പോഴാണ് കുറച്ച് കമൻസ് വായിച്ച് അൺഫെയർ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നു. അതൊരു കപ്പായിട്ട് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും സന്തോഷം എല്ലാവർക്കും. പിന്നെ എന്താ പറയുക, എന്നത് ചോദിക്കാണ്ട് ചോദിക്കുമോ? എനിക്ക് ഈ വൈഫ് പറഞ്ഞതിന് പുറമെ PR വർക്ക് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അത് എനിക്ക് അതിനെപ്പറ്റി ഒന്ന് ഞാൻ വന്നിറങ്ങിയല്ലേ ഉള്ളൂ. അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രതികരണം ഞാൻ കറക്റ്റായിട്ട് തരുന്നതായിരിക്കും. എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്. അത് ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയും. പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു സമയമല്ല. വന്നിറങ്ങിയേ ഉള്ളൂ. വീണ്ടും നാട് കാണാൻ വേണ്ടി പറ്റി. എനിക്ക് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നു. സന്തോഷം എല്ലാവരുടെയും. പോകുന്നതിന് മുന്നേ ഉള്ളൊരു ഷിജിനും ഇപ്പോഴുള്ള ഷിജിനും തമ്മിൽ ഇപ്പോൾ അത് വെച്ചാൽ പോകുമ്പോൾ എനിക്ക് കുറേ നെഗറ്റിവിറ്റി കുറച്ച് ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ വരുമ്പോൾ എനിക്ക് കുറേ പോസിറ്റിവിറ്റി കിട്ടി. എന്ന് വെച്ചാൽ ഒരു നല്ല രീതിയിലാണ് പുറത്തിറങ്ങിയത് എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ബാക്കി എനിക്ക് കമൻസൊക്കെ വായിക്കുമ്പോൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടവർ ഇപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇതാ നമ്മുടെ ഇവർ തന്നെയാണ്, ക്യാബിൻ ക്രൂ തന്നെയാണ്. ജിഷൻ, യു പ്ലേഡ് വെൽ. എനിക്ക് കിട്ടിയ ഫസ്റ്റ് അംഗീകാരം ഇൻഡിഗോ എനിക്ക് തന്ന ഒരു സ്നേഹാദരമായിട്ട് ഞാൻ ഇത് കാണുന്നു. അവരത് എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് അപ്രീസിയേഷൻ അവർ തന്നെയാണ്. എനിക്കത് ഭയങ്കര തോന്നുന്നു. എല്ലാത്തിനേക്കാളും ഉപരി ആർക്കും കിട്ടാത്ത എനിക്കൊരു മനസ്സ് വിഷമിച്ചപ്പം ലാലേട്ട സ്നേഹത്തോടു കൂടി എനിക്ക് തന്ന ഈ ഒരു ബനിയൻ, ഇത് ഞാൻ ഒരിക്കലും മറക്കാം. ഇത് ഞാൻ ആ ചില്ലുകൂട്ടിൽ ഞാൻ അവിടെ ഫ്രെയിം ചെയ്ത് വെക്കും. എൻ്റെ ജീവിതകാലം എൻ്റെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. ബിഗ് ബോസിൽ ഇപ്പോഴും പുറത്തു പോകേണ്ട അത് ഞാൻ പറയാം. ഒരു വഴിയെ ഞാൻ പറയാം. താങ്ക് യു ഓൾ. നിങ്ങൾ വന്നതിലും എന്താ പറയുക, അയ്യോ ഞാൻ ഇത്രയും ക്യാമറ എൻ്റെ മുമ്പിലേക്ക് ഞാൻ ഇത്രയും കാണുന്നത് ആദ്യമായിട്ടാണ്. സാധാരണ പോകുമ്പോൾ എല്ലാവരും സെൽഫി എടുക്കാനൊക്കെ വരാറുണ്ട്. ഇത്രയും കാണുന്നത് എനിക്ക് സന്തോഷം, ഭയങ്കര സന്തോഷം, ഹാപ്പി. താങ്ക് യു ഓൾ. താങ്ക് യു. ഇതാരുടെയാണ്? യെസ്, ഞാനത് പറയാം, വഴിയെ ഞാൻ പറയാം. ഓക്കെ, അനീഷിനായിട്ടുള്ള ഒരു പ്രൊവോക്ക് ചെയ്തതാണ് പുറത്താവാൻ കാരണം എന്ന് തോന്നുന്നു. അത് ഞാൻ അനീഷിൻ്റെ അമ്മയും ബ്രദറിനെയൊക്കെ ഞാൻ ഇപ്പം എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കൊക്കെ ആ ഒരു ഫീൽ, നമ്മൾ അവിടെ കളിക്കുന്നതൊക്കെ ഗെയിമാണ്. അതിന് പുറത്ത് ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഒരാളെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. പുറത്തിറങ്ങിയാലും അവരോടൊക്കെ സൗഹൃദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫൈറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരെയും വേദനിപ്പിച്ചിട്ടോ അവരെ മനസ്സ് മുറിവേൽപ്പിച്ചിട്ടോ ഞാനില്ല. അതെനിക്ക് വിശ്വാസമുണ്ട്. ഈ അനുമോളുടെ ഗെയിമൊക്കെ നാടകം തോന്നുന്നുണ്ട്. ഞാൻ പറയാനുണ്ട്, കുറേ ഉണ്ട് പറയാനുണ്ട്. ഞാൻ പറയാം. ചേട്ടനിപ്പോൾ ബിഗ് ബോസിൽ വന്നതിന് ശേഷം എന്തൊക്കെ അവിടെ നിൽക്കാൻ അൺഫെയർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരില്ലല്ലോ. അൺഫെയർ ആയിട്ട് നിൽക്കുന്ന ഇപ്പോൾ ആരെങ്കിലും സാബുമാനം എന്നൊരു രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നില്ല. കുറേ പേരുണ്ട്, അൺഫെയർ ആയിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. എന്ന് വെച്ചാൽ എനിക്കൊന്ന് വിശകലനം ചെയ്യാനുണ്ട്. എനിക്ക് സെൽഫ് അനലൈസ് ചെയ്യാനുള്ള ഒരു സമയം തരും പ്ലീസ്. അതൊരാള് വാങ്ങി പ്രവീൺ ചേട്ടാ ഇപ്പോൾ ടോപ്പ് 5 ആരുണ്ടാവുക? ഞാനെല്ലാം പറയാം. എനിക്ക് ഒന്ന് വിശകലനം, എനിക്ക് സെൽഫ് അനലൈസ് ചെയ്യാനുണ്ട് കുറച്ചൊന്ന്. എന്തിനാണ് ഞാൻ പുറത്തായി എന്നുള്ളത് എനിക്കിപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാവില്ല. ഈ അൺഫെയർ എന്ന് പറഞ്ഞ കമന്റ് ഉണ്ടല്ലോ, ഈ കമന്റ് ഇട്ടവർ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ കയറിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്ലീസ് ഈ ഇത്തരം സ്നേഹം കാണുമ്പോൾ എന്താ തോന്നുന്നത്? സ്നേഹം കാണുമ്പോൾ സന്തോഷം തന്നെ, തീർച്ചയായും. ഇത്രയും സ്നേഹം ഇത് ആ പ്ലാറ്റ്ഫോം തന്നെയാണ് എനിക്ക്. ബിഗ് ബോസ് തന്ന പ്ലാറ്റ്ഫോമാണ് എനിക്ക് ഇത്രയും സ്നേഹവും ഈ ആദരവും എനിക്ക് തന്നത് ബിഗ് ബോസ് ആണ്. അത് തീർച്ചയായും ഞാനത് മനസ്സാലെ സ്വീകരിക്കുന്നു. തീർച്ചയായും. ഷാനവാസിന്റെ ഫ്രണ്ട് തന്നെയാണ്, ഇവിടുന്ന് കയറുന്ന മുമ്പ് ഉള്ള ഫ്രണ്ട് തന്നെയാണ്. ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടാവും. ഷാനവാസ് അതെ, അനുമോൾ അതെ, എല്ലാവരും തമ്മിലുള്ള ഫ്രണ്ട്സ്, അവിടെ എത്തിയിട്ടുണ്ടായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്.
ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ആരെയും മനസ്സ് മുറിവേൽപ്പിച്ചിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം അവരുടെ കണ്ണ് നിറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഇത് തന്നെ വലിയൊരു മാറ്റമല്ലേ? നിൽക്കുന്ന തന്നെ എൻ്റെ ഒരു ഡ്രീമല്ല, എൻ്റെ ഒരു മാറ്റമല്ലേ? തീർച്ചയായും അതെ. താങ്ക് യു. ആരാധകർ ജിഷിന്റെ ആരാധകർ ഞാൻ തന്നെ എടുക്കാം, ഞാൻ തന്നെ എടുക്കാം. എന്തുവാണ് ഇത്? പുറത്തായി എത്ര ആവശ്യം കാറികേറ് പ്രേക്ഷകരോട് എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നുണ്ട്. പ്രേക്ഷകർ കൂടെ ഉണ്ടാവണം. ഇനി ഇത് this is not the end. This is not my end. This is my beginning. This is not the end. This is my beginning. Thank you all. Thank you very much. ചേട്ടാ ബൗൺസറിനെ എവിടെ? ഇവരാണ് എനിക്ക് അവിടെ കളിക്കാനുള്ള പ്രാക്ടീസ് തരുന്നത്. അവരെന്റെ ടീമാണ്. Thank you all. Thank you. Thank you. This is not my end. This is just a beginning. ഒരു റീഎൻട്രി ഉണ്ടാകുമ്പോ ഒന്നും വിഷമിക്കണ്ട ഞങ്ങൾ ഗ്ലാസ്